ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പങ്കജിന് വേണ്ടിയിട്ട് സ്വന്തം മകനോടും പൂജയോടും വലിയൊരു തെറ്റ് ചെയ്ത് ആ ഒരു വലിയ ഡയലോഗൊക്കെ അടിച്ചിങ്ങനെ നിൽക്കുകയാണ് ദീപു. ലാസ്റ്റ് കുറ്റബോധം കാരണം താൻ തന്നെ ആത്മഹത്യ ചെയ്യേണ്ടി വരുമോ എന്നുള്ളൊരു സംശയത്തിൽ പോലുമാണിപ്പോൾ ഈ ദീപു നിൽക്കുന്നത്. അങ്ങനെ ദീപുവിൻ്റെ മനസ്സ് ഉരുകി ഉരുകി തീരുന്നു. പങ്കജിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു പോയ പൈസയ്ക്ക് വേണ്ടി ഇത്രത്തോളം തരം താഴ്ന്ന രീതിയിൽ പണിയെടുക്കേണ്ടി വരുമെന്ന് താൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ ദീപു ഉടനിരുന്ന് ഇങ്ങനെ ചിന്തിക്കുക. പക്ഷേ ഇതെല്ലാം കേട്ടറിഞ്ഞ് നമ്മുടെ പൂജ റൂമിൽ പോയിരുന്ന് നെഞ്ചു പൊട്ടി കരയുവാണ്. അപ്പുവിന് മേടിച്ച ആ ഒരു ഗിഫ്റ്റ് കയ്യിൽ പിടിച്ച് ഭയങ്കര കരച്ചിൽ. കാരണം അപ്പുവേട്ടനെ അത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്ന നമ്മുടെ പൂജയ്ക്ക് ഇതൊരിക്കലും താങ്ങാനായിട്ട് പറ്റുന്ന കാര്യമായിരുന്നില്ല. അപ്പോൾ ഇത്രയും കാലം താൻ വിഡ്ഢിയാവുകയായിരുന്നു എന്നും അപ്പുവേട്ടൻ്റെ മനസ്സിൽ സ്നേഹയെന്ന് പറയുന്ന പെൺകുട്ടിയാണുള്ളത്. ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ടാണ് അപ്പുവേട്ടൻ ജീവിക്കുന്നത് തന്നെ. ഞാൻ എന്തിനാണ് ഇനി ഇങ്ങനെയൊക്കെ നടക്കുന്നത്, ഇനിയിപ്പോൾ ഇവിടെ താമസിക്കുന്നത് കൊണ്ട് ഒരർത്ഥവും ഇല്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുക. അപ്പുവേട്ടൻ ഇനി തനിക്ക് ഒരിക്കലും സ്വന്തമാകില്ല എന്നൊക്കെയുള്ള ഒരു വിശ്വാസത്തിൽ ഇങ്ങനെ നമ്മുടെ പൂജ ഇങ്ങനെ ഇരിക്കുന്നു. പക്ഷേ ഇതൊന്നും അറിയാതെ അച്ഛനോടുള്ള ദേഷ്യത്തിന് അപ്പു വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. ഇത് പൂജ കേട്ടിട്ടുണ്ടെന്നോ പൂജ ഇത് മനസ്സിലാക്കിയെന്നതൊന്നും അപ്പുവിനറിയില്ല. അങ്ങനെ ആ വീട്ടിൽ ആ ഒരു ദുരന്ത കഥ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നീട് കാണിക്കുന്നത് പരമശിവം രഞ്ജിതയെ കാണാനായിട്ട് വീട്ടിലേക്ക് വന്നു. അപ്പോൾ രഞ്ജിതയെ കാണാൻ പരമശിവം വന്നത് രഞ്ജിത ഭയങ്കര സന്തോഷത്തോടു കൂടി ഇങ്ങനെ കാണുകയും അയാൾ വീട്ടിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുക. ആരാ ഇത്, പരമശിവോ? കയറി വാ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. വിശേഷങ്ങളൊന്നും രഞ്ജിത അറിഞ്ഞില്ലേന്ന് പരമശിവം രഞ്ജിതയോട് ചോദിച്ചു. വിശേഷം? എന്ത് വിശേഷം? ഞാനൊരു വിശേഷം അറിഞ്ഞില്ലല്ലോ, എന്താ കാര്യം? സിദ്ധാർത്ഥ് എത്തിയിട്ടുണ്ട്, അതെന്താ രഞ്ജിത അറിഞ്ഞില്ലേ? ഇവിടെ വന്നെന്നോ മറ്റോ പറയുന്നത് കേട്ടു, അതിനെപ്പറ്റി കൂടുതലൊന്നും എനിക്കറിയില്ല, ഞാനത് അന്വേഷിക്കാൻ പോയില്ല എന്ന് രഞ്ജിത പറയുക. അപ്പോൾ ഇവർ തമ്മിൽ ഇത് സംസാരിക്കുന്നത് നമ്മുടെ സുമിത്ര അവിടെ നിന്ന് കേൾക്കുവാണ്. സുമിത്ര ഇങ്ങോട്ടേക്ക് വന്നു യാദൃശികമായിട്ട്. അപ്പോൾ ഇയാൾ വന്നതും ഈ രഞ്ജിതയുമായിട്ടിരുന്ന് സംസാരിക്കുന്നതും ഒക്കെ കാണാനും ഇടയായി. അപ്പോൾ അങ്ങനെ ഈ രഞ്ജിതയും ഇയാളും കൂടി എന്താ സംസാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ സുമിത്ര അങ്ങ് വന്ന് നിൽക്കുവാണ്. അപ്പോൾ അയാൾ വന്നിട്ട് എന്നോട് ശ്രീനിലയത്തിൻ്റെ അവകാശമാണ് ചോദിച്ചതെന്ന് ഇയാൾ പറഞ്ഞു. ഇതെല്ലാം ചിരിച്ചുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് രഞ്ജിത. സിദ്ധാർത്ഥ് പറയുന്നത് ഞാൻ ശ്രീനിലയം ചതിയിലൂടെ തട്ടിയെടുത്തു എന്നുള്ളതാണ് എന്നിങ്ങനെ പറയുമ്പോഴും രഞ്ജിത ഇങ്ങനെ ചിരിച്ചു പിടിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇത് കേട്ടുകൊണ്ടെന്ന് നമ്മുടെ സുമിത്ര പറഞ്ഞു, അതാണ് സത്യം, അതല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ് സത്യം എന്ന് ചോദിച്ചു. നിങ്ങൾ ശ്രീനിലയം സിദ്ധാർത്ഥൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തതാണെന്ന് 100% ഉറപ്പാണ് എന്നും പറഞ്ഞ് സുമിത്ര ഇങ്ങനെ വരുമ്പോഴേക്കും പരമശിവം സുമിത്ര ഒരു നോട്ടം. ചിരിച്ചുകൊണ്ടിരുന്ന രഞ്ജിതയുടെ മുഖം അങ്ങ് വല്ലാതായി. രഞ്ജിത ചിരിയൊക്കെ അവസാനിപ്പിച്ച് സുമിത്രയെ തുറച്ചു നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക. ഞാൻ ആ വീട് തട്ടിയെടുത്തതാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത് എന്ന് പരമശിവം സുമിത്രയോട് ചോദിച്ചു. കഥയറിയാതെ ഇവിടെ വന്നു നിന്ന് അഭിപ്രായം പറയാൻ നിൽക്കരുതെന്ന് പറഞ്ഞപ്പം ആർക്കാടോ കഥയറിയാത്തത്? എല്ലാ കഥകളും അറിഞ്ഞിട്ട് തന്നെയാണ് സുമിത്ര ഇവിടെ നിൽക്കുന്നതെന്നുള്ള കാര്യം പറയുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രഞ്ജിതയുടെ മുഖം അങ്ങ് വാടി. ഞങ്ങൾ സംസാരിക്കുന്നിടത്ത് നിനക്കെന്താ കാര്യമെന്ന് രഞ്ജിത സുമിത്രയോട് ചോദിച്ചപ്പം ഇത് എന്നെ കൂടി ബാധിക്കുന്ന കാര്യമാണെന്ന് പറയും. എൻ്റെ പേരിലുണ്ടായിരുന്ന ശ്രീനിലയമാണ് ഇന്ന് ഇയാൾ തട്ടിയെടുത്തിരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്നും അതിൻ്റെ പിന്നിൽ എന്താണ് കളി നടന്നിരിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം. എന്തായാലും അധികകാലം ഈ കളിച്ചവരാരും ശ്രീനിലയത്തിൽ ഉണ്ടാവില്ല, അതുപോലെ ഒരിടത്തും ഉണ്ടാകില്ല. അനധികൃതമായി തട്ടിവെച്ചിരിക്കുന്നതൊക്കെ സത്യത്തിൻ്റെയും നീതിയുടെയും മുന്നിൽ വെച്ച് സ്ഥാനം ഒഴിയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് സുമിത്ര അങ്ങനെ ഇതായിട്ട് അങ്ങ് പറഞ്ഞു. സുമിത്ര അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിതയ്ക്കിട്ട് കൊള്ളിച്ചതാണെന്ന് രഞ്ജിതയ്ക്ക് നന്നായിട്ട് മനസ്സിലായി. രഞ്ജിത എന്നിട്ട് ഇങ്ങനെ വല്ലാത്തൊരു ഇതിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്തായാലും ഞാൻ ഇറങ്ങുകയാണെന്നും പറഞ്ഞുകൊണ്ട് പരമശിവൻ പറഞ്ഞു, പിന്നെ ഈ വീട് ഞാൻ തട്ടിയെടുത്തതല്ല എന്നും അത് ഏത് രീതിക്കാണ് എൻ്റെ കൈകളിലേക്ക് വന്നതെന്നും രഞ്ജിതയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഭീഷണിക്ക് മുന്നിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളണം, എനിക്ക് അത്രേ പറയാനുള്ളൂ എന്നും പറഞ്ഞിട്ടാണ് ആശാൻ അങ്ങ് പോണത്. അങ്ങനെ അയാൾ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും സുമിത്രേ, നീ കൂടുതൽ ആൾ കളിക്കരുത് എന്ന് രഞ്ജിത പറഞ്ഞപ്പോൾ അത് തന്നെ എനിക്ക് നിന്നോടും പറയാനുള്ളത്. കൂടുതൽ നീ ആൾ കളിക്കരുത് എന്ന്. ആ കളി വെറും വിഫലമായി പോകും. അത് നിൻ്റെ ഓർമ്മയിലുണ്ടാകുന്നത് നല്ലതായിരിക്കുമെന്ന് സുമിത്ര രഞ്ജിതയ്ക്ക് ഒരു വാണിംഗും കൊടുത്ത് അകത്തേക്ക് കയറിപ്പോയി. ഇത് കഴിഞ്ഞപ്പോൾ പിന്നെയാണെങ്കിൽ രഞ്ജിത ഭയങ്കര ദേഷ്യത്തിൽ അങ്ങനെ ഇരിക്കുക.
പിന്നെ കാണിക്കുന്നത് സിദ്ധുവിനെയാണ് കേട്ടോ. സിദ്ധു ആണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ്. അപ്പോൾ സിദ്ധുവിൻ്റെ കൂടെയുള്ള ചേട്ടൻ ഈ വീടിനെക്കുറിച്ചും പരമശിവത്തിനെക്കുറിച്ചും മറ്റു സാഹചര്യങ്ങളെക്കുറിച്ചും ഒക്കെ ചോദിച്ചു സിദ്ധുവിനോട്. അവൻ അവൻ ചതിയിലൂടെ തട്ടിയെടുത്തതാണ് ശ്രീനിലയൊന്നും. അവനെ ഞാൻ വെറുതെ വിടില്ല. പക്ഷേ അവനെ കൈകാര്യം ചെയ്യുന്നതിന് മുൻപ് എനിക്ക് എൻ്റെ ശ്രീനിലയം തിരിച്ചു പിടിക്കണം. ശ്രീനിലയം തിരിച്ചു പിടിച്ചിട്ട് വേണം എനിക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ടെന്ന് പറഞ്ഞു. പക്ഷേ സുമിത്രയുടെ ആ ഒരു വിയോഗം അതെനിക്ക് താങ്ങാൻ പറ്റുന്നില്ലടോ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഇതിനിടയ്ക്ക്. അങ്ങനെ ഇവർ ആ ഒരു ഇതിലിങ്ങനെ സംസാരിച്ച് അങ്ങ് പോണു. അപ്പോൾ എന്തായാലും സിദ്ധുവും രണ്ടും കൽപ്പിച്ചാണ് തൻ്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്ത ശ്രീനിലയം അത് തിരിച്ചു പിടിച്ചേ അടങ്ങൂ എന്നുള്ള വാശിയിലാണ് നമ്മുടെ സിദ്ധു ഉള്ളത്. അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ അവിടെ ഇങ്ങനെ നടക്കുന്നു. എന്തായാലും ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ അതിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നീട് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സരസ്വതി അമ്മയും അതുപോലെ അരവിന്ദനും തമ്മിൽ സംസാരിക്കുന്നു. അതായത് വേറൊന്നുമല്ല, സുമിത്ര ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഡയറി, ആ ഡയറി എങ്ങനെയെങ്കിലും കൈക്കലാക്കണം. അപ്പോൾ സരസ്വതി അമ്മ സുമിത്രയോടത് ചോദിച്ചു മനസ്സിലാക്കണം. അങ്ങനെ ചോദിച്ചു മനസ്സിലാക്കി അതെവിടെയാണെന്ന് പറഞ്ഞാൽ സരസ്വതി അമ്മയ്ക്ക് വലിയൊരു ഗിഫ്റ്റ് കൊടുക്കാം എന്നുള്ളതാണ് പറയണത്. അപ്പോൾ അങ്ങനെ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മയുടെ കണ്ണ് മഞ്ഞളിച്ചു. കിട്ടുന്ന ഗിഫ്റ്റ് എന്തായാലും ചെറുതാവില്ലെന്നുള്ള കാര്യം സരസ്വതി അമ്മയ്ക്ക് അറിയാം. കിട്ടുന്നത് എന്തായാലും അത് സരസ്വതി അമ്മയ്ക്ക് ലാഭം തന്നെയാണ്. അതുകൊണ്ട് സരസ്വതി അമ്മ അതങ്ങ് ഏറ്റെടുത്തു. എന്നിട്ട് ഒന്നും അല്ലാത്തതുപോലെ സുമിത്രയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അപ്പോൾ സുമിത്ര ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. അപ്പോൾ അരവിന്ദൻ പുറത്ത് വന്ന് കാത്തു നിൽക്കുവാണ്. ഈ സമയത്ത് പതുക്കെ പമ്മി സുമിത്ര സുമിത്രയുടെ അടുത്തേക്ക് സരസ്വതി അമ്മ ചെന്നു. സുമിത്രേ, നീ അറിഞ്ഞോ ഇവിടെ നിനക്കെതിരെ ചില ഗൂഢാലോചനകളൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എനിക്കെതിരെ ഗൂഢാലോചനകളോ? എന്ത് ഗൂഢാലോചനകളാമേ? അമ്മ എന്ത് ഗൂഢാലോചന അറിഞ്ഞത്? അത് പിന്നെ സുമിത്രേ, നിന്നെ തറ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത്. നിന്നെ ഏതൊക്കെയോ രീതിയിൽ ചതിക്കാനുള്ള പരിപാടികളാണ്. അതിനെ എന്താ കാരണമെന്ന് നിനക്കറിയാമോ? നീ എടുത്തു മാറ്റി വെച്ചിരിക്കുന്ന ആ ഡയറി അന്വേഷിച്ചവർ തുടങ്ങിയിട്ടുണ്ട്. ആ ഡയറി അന്വേഷണം എവിടെ ചെന്ന് അവസാനിക്കുമെന്നറിയില്ല. അതൊക്കെ ഇരിക്കട്ടെ. അല്ല സുമിത്രേ, ആ ഡയറി നീ എവിടെയാണ് വെച്ചിരിക്കുന്നത്? എവിടെയാണ് നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? സുമിത്ര അന്നേരം സരസ്വതിയമ്മയെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. പുറത്ത് അരവിന്ദൻ ചെവി കാതോർത്ത് പിടിച്ച് നിൽക്കുന്നു, എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇവർ മനസ്സിൽ കാണുമ്പോൾ സുമിത്ര അത് മാനത്ത് കാണുമെന്നുള്ള കാര്യം സുമിത്രയെക്കുറിച്ച് പൂർണ്ണമായിട്ടും അറിയാതെ പോയി ഇവർക്ക് മനസ്സിലായില്ല. അങ്ങനെ സുമിത്ര സരസ്വതി അമ്മയെ കുറേ നേരം നോക്കിയിരുന്നു. ആ സമയം സുമിത്രയോട് സരസ്വതി അമ്മ വീണ്ടും ചോദിച്ചു, സുമിത്രേ, നീ ഇത് എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? എവിടെയാ? അപ്പോൾ സുമിത്ര, അമ്മയുടെ എല്ലാ അടവുകളും അറിയാവുന്ന എന്നോട് തന്നെ ഈ കളി വേണോ അമ്മയെന്ന് ചോദിച്ചു. അതുകൊണ്ട് ഒരുപാട് നിന്ന് വേർക്കണ്ട. എൻ്റെ നാവിൽ നിന്നും ആ സാധനം എവിടെയാണെന്ന് അമ്മ അറിയാൻ പോകുന്നില്ല. അത് എത്തേണ്ടടുത്ത് ആ സാധനം എത്തിയിട്ടുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു സുമിത്ര. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഛേ എന്നും പറഞ്ഞ് അരവിന്ദൻ ഇങ്ങനെ നിൽക്കുക. കാര്യങ്ങളൊന്നും അറിയാൻ കഴിഞ്ഞില്ലല്ലോ. ആകെ ചമ്മി നാറി വിളറി വെളുത്ത് നിൽക്കുകയല്ലേ. അങ്ങനെ ഈ തള്ളയെ കൊണ്ട് അതിനും ഗുണമില്ലെന്നും പറഞ്ഞുകൊണ്ട് അരവിന്ദൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. സുമിത്രയുടെ അടുത്ത് ജയിക്കാൻ പറ്റാത്തതിൽ സരസ്വതി അമ്മയ്ക്കും ചമ്മലായി. അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും അവിടെ അങ്ങനെ അങ്ങ് കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പങ്കജിനെ ഫോണിൽ വിളിക്കുകയാണ് ദീപു. അപ്പോൾ ഫോണിൽ വിളിച്ച് പൂജയുടെയും അതുപോലെ അപ്പുവിൻ്റെയും കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അവരുടെ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ പങ്കജിന് ഭയങ്കര സന്തോഷമായി. ഇവർ തമ്മിൽ പിരിഞ്ഞു എന്നുള്ളൊരു രീതി തന്നെ ആയല്ലോ കാര്യങ്ങൾ. അങ്ങനെ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുന്നു നമ്മുടെ ദീപു. ഈ സമയം പങ്കജ് ഭയങ്കര സന്തോഷം. അതിനുശേഷം ദീപുവിനെ കൊണ്ട് ഓരോരോ പണികൾ എടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ ഈ പങ്കജ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുക. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ദീപുവിന് ദേഷ്യം വരാൻ തുടങ്ങി. സംസാരത്തിൻ്റെ അവസാനം ആ ഒരു എന്താ പറയുന്നത് വാണിങ്ങുകളായി, അല്ലെങ്കിൽ എനിക്കിത് ചെയ്ത് തന്നേ പറ്റൂ എന്നുള്ള അവകാശവാദങ്ങളായി ഈ പങ്കജ്. അപ്പോൾ കൊടുത്തിരിക്കുന്ന പൈസയുടെ ഇരട്ടിക്കിരട്ടി പണിയാണ്, അതായത് സ്വന്തം മകനെ പോലും വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പണിയെടുപ്പിക്കാനാണ് പങ്കജ് ശ്രമിക്കുന്നത്. ഇത് കുറേ കേട്ട് കഴിഞ്ഞപ്പോൾ ദീപു ചോദിച്ചു, പങ്കജേ, നീ എന്നെ അടിമപ്പണി എടുപ്പിക്കുകയാണല്ലേടാന്ന് ചോദിച്ചപ്പോൾ, ഞാൻ തന്ന കാശിനെ നിങ്ങൾ ചെയ്യുന്ന ഈ ജോലിയൊക്കെ എത്രയോ നിസ്സാരം. നിങ്ങൾ ചെയ്യേണ്ട ജോലികൾ ഇതൊന്നും ആയിരുന്നില്ല, നിങ്ങളെക്കൊണ്ട് ചെയ്യിക്കേണ്ടതും ഇതൊന്നും ആയിരുന്നില്ല. പക്ഷെ ഞാനങ്ങ് നിങ്ങളങ്ങ് ചെയ്തോ, ഞാൻ ഇത്രയും ചെറിയ ജോലികൾ ചെയ്യിക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിൽ ആ ഒരു സംസാരം നടക്കുമ്പോൾ, ഞാൻ പറഞ്ഞ പണികളെല്ലാം അതേപടി ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങൾക്ക് തന്നെയായിരിക്കും. അതുകൊണ്ട് നോക്കിയും കണ്ടൊക്കെ പണിയെടുത്താൽ നിങ്ങൾക്ക് കൊള്ളാം എന്നും പറഞ്ഞ് അങ്ങനെയും കൂടി പറഞ്ഞു.
അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാതെ ഒരു നിമിഷത്തേക്ക് സ്റ്റക്കായിട്ട് നിന്ന് പോവുകയാണ് ദീപുവിന് മനസ്സിലായി തൻ്റെ തല കൊണ്ടുവന്ന് അവൻ്റെ ഇതിൽ വെച്ചിരിക്കുകയാണെന്നുള്ള കാര്യം. അങ്ങനെ സ്വന്തം മകനോട് പോലും നെറുകേട് കാണിച്ച് സുമിത്രയെ ചതിക്കാനും അല്ലെങ്കിൽ പൂജയെ ചതിക്കാനും നിൽക്കുന്ന ദീപുവിൻ്റെ അവസ്ഥ ഇനി എന്താകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വിഷയങ്ങളാണ്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. അങ്ങനെ രഞ്ജിതയും പരമശിവവും തമ്മിലുള്ള രഹസ്യബന്ധം കണ്ടെത്തി നമ്മുടെ സുമിത്ര ആഞ്ഞടിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളുമായി കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.